കട്ടനും ചായക്കടയും അല്പൻ രാഷ്ട്രീയവും എന്ന നാമോദയത്തിൽ കാലം മറന്നുപോയ നമ്മുടെ ഓലക്കുടലിൽ ഉള്ള ചായക്കടയും പഴയകാല CPM പ്രവർത്തകരുടെ ഐക്യവും കൂട്ടായ്മയും സാഹോദര്യവും കൂട്ടിയിണക്കിക്കൊണ്ട് കാലം മറന്നുപോയ ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും ഓരോ സഹാക്കളുടെ കുടുംബത്തിൽ നിന്നും ഇവിടെ എത്തിക്കുന്നത്. അതെ, ഹോം ഫുഡിലേക്ക് എല്ലാരും വരണം. ഇങ്ങനെ ചക്കയും കോഴിയും കപ്പയും കോഴിയും ഒക്കെയാണ് ഇപ്പൊ. എല്ലാ പിള്ളേരും ഇത് കഴിച്ച് ആസ്വദിക്കുക. ഇതിന്റെ ഒരു ഗുണം വേറെയാണ്. എന്തോ അറിയില്ല പൂവനായിരിക്കും. അതെ, നാടൻ കോഴിയുടെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് കിട്ടാത്തൊരു, ഇപ്പം ഇല്ലാത്തൊരു സാധനമല്ലേ നാടൻ കോഴി. വളരെ നല്ല രുചിയായിട്ടുണ്ട് ചക്കയും കോഴിയും. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ MN ജയചന്ദ്രൻ, ജില്ലയുടെ വിവിധ ഭാഗത്തിൽ നിന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, PJ ജോസഫ് സാറിന്റെ മകൻ അബു സാർ കക്ഷി രാഷ്ട്രീയം മറന്ന് തട്ടുകടക്ക് പ്രചോദനമാണ് നൽകിയത്. ഇത് സമൂഹത്തിൽ മാതൃകയാകണമെന്നും നാടൻ ഭക്ഷ്യവിഭവങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നുമാണ് അഭിപ്രായം. കൂടാതെ കാന്താരിമുളകും കാച്ചിലും ചേമ്പും ഇതിന്റെ സുഖം വേറെ ഒന്ന് ആണെന്നാണ് ഇവിടെ ചായ കുടിക്കാനെത്തിയ ഹാജി പറയുന്നത്. വളരെ സഹകരണ മനോഭാവത്തോടെ നടക്കുന്ന തട്ടുകട, അതായത് നാടൻ വിഭവങ്ങളെല്ലാം എന്നും ഇന്ന് 21ാമത്തെ ദിവസമാണ് ഇത് ആസ്വദിച്ച് കഴിക്കുന്നത്. നമ്മുടെ ഒരു ഹാജി ബഷീർ ഭായി ആണ് അല്ലേ? സന്തോഷം പങ്കുവയ്ക്കുകയാണ് നമ്മളോടൊപ്പം. ഞാൻ ഇടവട്ടിയിലാണ് താമസിക്കുന്നത്. ഒരു 12 വർഷമായിട്ട് അവിടെ താമസിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കൗതുകമായ ഒരു പ്രവൃത്തി നടക്കുമെന്നറിഞ്ഞ് ഇന്ന് വന്നതാണ്. ഇവിടെ വന്നപ്പം നമ്മുടെ നാടൻ വിഭവങ്ങളെ ചേമ്പ് പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്, ചമ്മന്തി, അങ്ങനെ നമ്മുടെ ഈ അന്യം നിന്ന് പോകുന്ന ആ ഒരു എല്ലാം കൂടെ കൂടി ഒരു പഴയ പാരമ്പര്യത്തിന്റെ ഇതായിട്ട് ഞാൻ ചേമ്പ് മേടിച്ച് കഴിക്കണം. ഏതായാലും പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ പ്രചരണ തട്ടുകട ഏതായാലും പാർട്ടിക്ക് നല്ലൊരു മുതൽക്കൂട്ടായി നല്ലൊരു അഭിപ്രായം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങളിലുള്ള സഖാക്കളെല്ലാം കൂടെ നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പാർട്ടിയുടെ തായ്വേര് ഓരോ ഗ്രാമത്തിലും ഇതുപോലെ പടർന്നു പന്തലിക്കണമെന്നാണ് ഹാജിയുടെ അഭിപ്രായം. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തെക്കുംഭാഗം ഇടവെട്ടി പ്രദേശത്തിലെ സഖാക്കളുടെ നേതൃത്വത്തിൽ, ലോക്കൽ സെക്രട്ടറി മുജീബിന്റെ നേതൃത്വത്തിൽ ഈ മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും ജനങ്ങൾക്ക് എന്നും ഓർമ്മ നിലനിൽക്കുന്നതുമായ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങണമെന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. അതിന്റെ പേരിൽ 40ഓളം സഖാക്കൾ ഒരുമിച്ചുള്ള പ്രവർത്തന കൂട്ടായ്മയാണ് ഇതേ രീതിയിൽ ഈ തട്ടുകട മുന്നോട്ട് പോകുന്നത്. ഇത് പാർട്ടിക്കിടയിൽ ജില്ലയിൽ തന്നെ ഏറെ വ്യത്യസ്തതകൾ കൊണ്ട് ജനഹൃദയത്തിലേക്ക് പഴയകാല CPMന്റെ കൂട്ടായ പ്രവർത്തന ശൈലികൾ വീണ്ടും പുനരുദ്ധാരണം ചെയ്തുകൊണ്ടാണ് ഈ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ആവേശമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് തെക്കുംഭാഗം ഇടവെട്ടി ഗ്രാമം ഒന്നാകെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത്. 2 ദിവസമായിട്ട് ടൗണിൽ വലിയ കേരള ഫെസ്റ്റ് ഒക്കെ CPMന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുപോലെയുള്ള ഫെസ്റ്റാണ് CPMന്റെ യഥാർത്ഥ പൊയ്മുഖം എന്നാണ് ജനം പറയുന്നത്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് KK വിജയൻ.